ഹലോ മക്കളെ, ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഇസാറ്റ് ജെഇ സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയിട്ട്. രണ്ടാമത്, നമ്മുടെ ഇസാറ്റ് നീറ്റ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഡേറ്റിനെ പറ്റിയിട്ട്, നമ്മുടെ ഡെഡ് ലൈൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി പറയാണ്ട്. ആൻഡ് മൂന്നാമത്, നമ്മുടെ ബാക്ക്ലോഗ് സീരീസ് 2.0. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിലിൽ പറയുന്നതായിരിക്കും. അപ്പോൾ 3ഉം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കേൾക്കുക. ആദ്യം പറയാനുള്ളത് നമ്മുടെ ഇസാറ്റ് നീറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഡെഡ് ലൈനെ പറ്റിയിട്ടാണ് മക്കളെ. അപ്പം ആ ഡെഡ് ലൈൻ നമ്മൾ ഓൾറെഡി ഇനീഷ്യലി വെച്ചിരുന്നത് November 22 പക്ഷേ പല കുട്ടികൾക്കും എന്താണ് മെല്ലെ ആ ന്യൂസ് അറിഞ്ഞ് വരുന്നതുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ടും പിന്നെ പലർക്കും എന്താണ് ഈ ഡെഡ് ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തോ, ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ കുറേ പേര് ഇന്നൊക്കെ മെസ്സേജ് കുറേ നമ്മുടെ വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും പല പേജസിലും അലൻസാറിൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ടും നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ്റെ ഡെഡ് ലൈൻ December 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, നിങ്ങൾ 10-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവസാനത്തേക്ക് നിങ്ങൾ വെക്കരുത്, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് താഴെ ലിങ്ക് ഉണ്ട് മക്കളുടെ ഡിസ്ക്രിപ്ഷനിൽ, അതിൽ കൃത്യമായിട്ട് പോയി ഫോം ഫില്ല് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം മാത്രം മതി. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി, സ്കോളർഷിപ്പ് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഫീസ് വെക്കുമോ? അത് കുറച്ച് മണ്ടത്തരമായിപ്പോൾ. സോ ആ ഒരു എക്സാമിനേഷൻ ഫീസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ആകെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ ഒരു വിവരം അറിയാത്തവരുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരോട് അറിയിക്കുക ഈ ഒരു വിവരം. രജിസ്ട്രേഷൻ നമ്മുടെ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യം. സോ അവർക്ക് എന്ത് ചെയ്യാം, ഇനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും പറയുക, എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി, കേരളത്തിലെ എല്ലാ മക്കൾക്കും, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ഓപ്പർച്യൂണിറ്റി കിട്ടണം. രണ്ടാമത് അനൗൺസ് ചെയ്യാനുള്ളത് നമ്മുടെ ഇസാറ്റ് ജെഇ എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലരും ഇസാറ്റ് നമ്മുടെ നീറ്റിന് വേണ്ടിയിട്ട്, ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് അടിപൊളി സ്കോളർഷിപ്പ് കൊടുക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ കുറേ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സർ, ഞങ്ങൾക്ക് ജെഇ ബാച്ചിന് ജെഇ കുട്ടികൾക്കില്ലേ? തീർച്ചയായും ഉണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫസ്റ്റ് ഇനീഷ്യൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാർ ഇത് 10 ലക്ഷമുള്ള മറ്റേത് 1 കോടി ഉണ്ടല്ലോ. അതിൻ്റെ വ്യത്യാസത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നീറ്റിന് നമ്മൾ നെക്സ്റ്റ് ഇയർ നടത്താൻ പോകുന്ന ബാച്ച് ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ബാച്ചാണ്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളുമായിട്ട് വെച്ച് പ്രോപ്പർ സ്കൂളിങ്ങും അതിനോടൊപ്പം തന്നെ ഹോസ്റ്റലും പിന്നെ അതുപോലത്തെ ഓഫ്ലൈനിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നൽകിക്കൊണ്ടിരുന്ന ഒരു റെസിഡൻഷ്യൽ ബാച്ചാണ് നടത്തുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ സ്കോളർഷിപ്പ് കൂടുതൽ വേണം. ജെഇക്ക് വേണ്ടി നമ്മൾ നെക്സ്റ്റ് ഇയർ നടത്തുന്ന ബാച്ച് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പ്യുവർ ആൻഡ് ഓൺലൈൻ ബാച്ച്, പ്യുവർലി ഓൺലൈൻ ബാച്ചാണ്. ഇനി ഇതിൽ എഫക്റ്റീവ്നെസ് പറയുക ഒരിക്കലുമില്ല. നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈക്വലി യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഓഫ്ലൈനിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആ ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവിടെ കൂടുതൽ സ്കോളർഷിപ്പ് കിട്ടും. അതിൻ്റെ അർത്ഥം ഇവിടെ കുറഞ്ഞ സ്കോളർഷിപ്പാണ് കിട്ടുക അല്ല. നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് ശരിക്കും ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് NITസിലും IITസിലൊക്കെ എത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ജെഇൻ്റെ ബാച്ചിലും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അതിനാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇസാറ്റ് ജെഇ എക്സാമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എക്സാമിന് ഡേറ്റും കാര്യങ്ങളും സിലബസും എല്ലാം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. ആ എക്സാം എഴുതി നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് ആയി നേടിയാൽ നിങ്ങൾക്ക് എക്സാമിനറിനൊപ്പം ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ റിസോഴ്സും വെച്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 2 വർഷം ജെഇക്ക് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്ത്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ലൈനപ്പ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് കേരളത്തിലെ. അത് ആരൊക്കെയാണ്, എങ്ങനെയാണ് പഠിപ്പിക്കുക, ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും, എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പക്ഷേ ആകെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട എന്താണ്, ജെഇ എക്സാമിനേഷൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് IITസിലോ അല്ല NITസിലോ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇസാറ്റ് ജെഇ എക്സാം രജിസ്റ്റർ ചെയ്യാം. ഇസാറ്റ് ജെഇ എക്സാം ഒരു ഓൺലൈൻ എക്സാം ആയിരിക്കും. ഓൺലൈൻ കോഴ്സാണ്, അത് ഓൺലൈൻ എക്സാം ആയിരിക്കും. ഇസാറ്റ് നീറ്റ് എക്സാം ഒരു ഓഫ്ലൈൻ എക്സാം ആയിരിക്കും. ആ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. തൽക്കാലം രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. മൂന്നാമത്തെ കാര്യം എനിക്ക് അനൗൺസ് ചെയ്യാനുള്ളത് നമ്മുടെ ബാക്ക്ലോഗ് സീരീസിനെ പറ്റിയാണ്. അപ്പോൾ ബാക്ക്ലോഗ് സീരീസ് SSLCക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്യ ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി, അതായത് ഓൾറെഡി ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ ബാക്ക്ലോഗ് സീരീസ് എന്ന് പറഞ്ഞ സീരീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി സംഭവത്തിലുള്ള മക്കളെ, നിങ്ങൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും കണ്ട് പഠിച്ചു പോകുന്നുണ്ട്. മിക്ക കുട്ടികളും അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ എന്താണ്, നിങ്ങൾ ലേറ്റായി ജോയിൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടൈം ടേബിൾ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആ ചാപ്റ്റർ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ടൈം ടേബിൾ പ്രകാരം ആയിരിക്കില്ല നിങ്ങൾ പഠിച്ചത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി, സിലബസ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ചാപ്റ്റർ പക്ഷേ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റർ അത് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ വീണ്ടും ആദ്യം മുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബാക്ക്ലോഗ് സീരീസ് ഇന്നലത്തോടെ കൺക്ലൂഡും ചെയ്തു. വളരെ സക്സസ്ഫുൾ ആയിരുന്നു. നിങ്ങളിൽ പല കുട്ടികളും എന്താണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫോമിലൊക്കെ ഗംഭീര അഭിപ്രായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ വന്നപ്പോൾ നമ്മൾ മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ കുട്ടികളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞതാണ് സർ ഈ ബാക്ക്ലോഗ് സീരീസിൽ എന്തുകൊണ്ട് സോഷ്യലും അതുപോലെ തന്നെ ഹിന്ദി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ അവിടെ ഫോക്കസ് ചെയ്തത് സയൻസ് സബ്ജക്ട്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലും ഓൾസോ മാത്സിലും ആയിരുന്നു. എന്തുകൊണ്ട് സോഷ്യൽ ചേർത്തില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് മക്കളെ നമ്മുടെ സ്വന്തം ബാക്ക്ലോഗ് 2.0. അപ്പോൾ SSLC ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ നമ്മൾ ബാക്ക്ലോഗ് 2.0 സീരീസ് 100% ഫ്രീ ആയിട്ട് നൽകാൻ പോവാണ്. ഒരൊറ്റ പൈസ പോലും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. 100% ഫ്രീ ആയിട്ട് നമ്മൾ നൽകാൻ പോവാണ്. ഈ സീരീസിൽ നമ്മൾ സോഷ്യലും അതുപോലെ ഹിന്ദിയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതായത് സോഷ്യൽ സ്റ്റഡീസിലെയും അതുപോലെ ഹിന്ദിയിലെയും ക്രിസ്മസ് പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരാൻ പോവുകയാണ് മക്കളെ. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക? സോഷ്യൽ സ്റ്റഡീസിലെ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. ഹിന്ദിയിൽ നമ്മൾ മാരത്തോൺ ആയിരിക്കും തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ ഇത്രയും ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പഠിച്ചില്ലെങ്കിലും ലൈവിൽ വന്നിരുന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ള അവസരമാണ് ബാക്ക്ലോഗ് സീരീസിൽ കിട്ടാൻ പോകുന്നത്. ഇനി ബാക്ക്ലോഗ് സീരീസ് സാർ ആർക്കാണ് കിട്ടുക? മക്കളെ നിങ്ങൾ ഓൾറെഡി ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷൻ മെമ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലക്ഷ്യ ബാച്ചിലെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിവിഷൻ ബാച്ച്, എല്ലാം സ്റ്റഡി മെറ്റീരിയൽ എല്ലാത്തിനോടൊപ്പം ഇതും ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. താഴെ നമ്പർ കൊടുത്തിട്ട് അതിൽ വാട്സപ്പ് ചെയ്ത് ജോയിൻ ചെയ്യാം. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ സോഷ്യലിൽ കവർ ചെയ്യാൻ പോകുന്നത്. ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ തന്നെയാണ്. അപ്പോൾ വേഗം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ഓൾറെഡി ജോയിൻ ചെയ്തവരാണ് നിങ്ങൾ നാളത്തേക്ക് റെഡി ആക്കിയിരുന്നോളൂ മക്കളെ. നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 23 നവംബർ മുതൽ ഡിസംബർ 1 വരെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. എല്ലാ ദിവസവും ക്ലാസ് നമ്മുടെ ബാക്ക്ലോഗിന് ടൈം അറിയാലോ, 9 മണി മുതൽ രാത്രി 10 വരെയാണ്. കാരണം ഇത് എക്സ്ട്രാ ക്ലാസ് ആണ്. 6 മണിക്ക് വെക്കാൻ പറ്റില്ല. 6 മണിക്ക് നിങ്ങൾ വേറെ പണി ചെയ്യണം. എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ട വർക്കാണത്. മനസ്സിലായില്ല? അപ്പോൾ 5 മണി 6 മണിയാകുമ്പോൾ ടൈം ടേബിളിൽ ഓൾറെഡി വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് എക്സ്ട്രാ നിങ്ങൾ ചെയ്താൽ വേറെ ലെവലായിരിക്കും നിങ്ങൾ. ഓക്കെ, സൺഡേ 2 to 5 ഉണ്ടാവും. അതുകൂടാതെ 9 to 10:30 ഉണ്ടാവും. എല്ലാ ദിവസവും സോഷ്യലിൻ്റെ ക്ലാസ് ആയിരിക്കും നടക്കാൻ പോകുന്നത് മക്കളെ. എല്ലാ ദിവസവും സോഷ്യലിൻ്റെ ക്ലാസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. സൺഡേ മാത്രം ഹിന്ദിയുടെ മാരത്തോൺ ആയിരിക്കും. 2 to 5:30 ഹിന്ദിയുടെ മാരത്തോൺ. ഷമീം സാർ വരും, തകർത്ത് ഹിന്ദി പഠിപ്പിച്ചു തരും. ഹിന്ദിയിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് അറിയേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്ത് തരും. ഫീസ് എത്രയാണ്? ഫ്രീ ആണ്. ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒറ്റ പൈസ കൊടുക്കാണ്ട് ഇത് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, സോഷ്യൽ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർ ആ എഫേർട്ട് എടുക്കാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ വന്ന് ഇരുന്ന് പഠിക്കാനുള്ള നിങ്ങൾ റെഡിയാവണം. അത്ര റെഡി ആണെങ്കിൽ ക്രിസ്മസ് എക്സാമിന് സോഷ്യലും ഹിന്ദിയും നമ്മൾ തകർക്കും. ക്ലിയർ ആണ് മക്കളെ? റെഡി? അപ്പോൾ നിങ്ങളെല്ലാവരും ബാക്ക്ലോഗ് 2.0 എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അതേസമയം ഈസാറ്റ് ജെഇൻ്റെ കാര്യത്തിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ എക്സൈറ്റഡ് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക. ഓൾസോ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻസ് ഇനി മാറ്റാൻ ഒരു സാധ്യതയില്ല. സോ എല്ലാവരും എന്ത് ചെയ്യുക? ഡിസംബർ 10 മുമ്പ് രജിസ്റ്റർ ചെയ്യുക. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.